നമ്മെ നിരാശപ്പെടുത്തുന്ന വാക്കുകളും സാഹചര്യങ്ങളും കടന്നു വരുമ്പോഴും, ഭീഷണികൾ നമുക്കെതിരെ ഉയർന്നു വരുമ്പോഴും, നമ്മൾ സാഹചര്യങ്ങളെ വിട്ട് ഒളിച്ചോടുവാൻ, ഒതുങ്ങിപ്പോകുവാൻ, ഉൾവലിയുവാൻ, എവിടെയിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന ദൂത്, നിങ്ങൾ ഓടിപ്പോകുവാൻ, ഒളിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുവാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ മടക്കി കൊണ്ടുവരുവാനും ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നിങ്ങളെ നിർത്തി ഒരു പൂർത്തീകരണം തരുവാനും ദൈവം ശക്തനാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന ആലോചനയ്ക്കകത്ത് ദൈവം ചില വ്യക്തികളെ വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആലോചന ദൈവം എനിക്ക് നൽകിയ വചനഭാഗം ചില ഭാഗങ്ങളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് ഒത്തിരി നിരാശപ്പെട്ട് ബേർശേബ മരുഭൂമിയിലേക്ക്, ഇസ്രായേലിൽ നിന്ന് പുറത്തുള്ള യഹൂദ്യ പ്രദേശത്തിന് ചേർന്ന ബേർശേബ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഒരു ചൂരച്ചെടി കിടന്ന് മരിക്കാൻ ഇച്ഛിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈസബേല് അവരെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ടാണ്. കാരണം യഹോവയുടെ പ്രവാചകന്മാര്, ഈസബേലിന്റെ പ്രവാചകന്മാർ ഏലിയാവ് കൊന്നതുകൊണ്ട് ഇവനെയും കൊല്ലും, നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഓടിയ കാര്യം. അങ്ങനെ ചൂരച്ചിയുടെ അടിയിൽ കിടക്കുമ്പോൾ യഹോവയുടെ ദൂതൻ വന്ന് അവനെ എഴുന്നേൽപ്പിക്കുക, തട്ടി ഉണർത്തുക. ഏലിയാവെ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നീ എഴുന്നേൽക്ക്. 19-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ഏലിയാവ് എഴുന്നേറ്റിട്ട് 40 ദിവസത്തെ യാത്ര നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബുളം വന്ന് ആ ഗുഹയ്ക്കകത്ത് കയറുക, പിന്നെയും ഗുഹയ്ക്കകത്തേക്ക് കയറുക. 19:9 അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. 19:11 നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. ആമേൻ. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. അപ്പം ഒളിക്കാൻ പറ്റിയ സ്ഥലം, ഇനി ഒരു പരിപാടിക്കുമില്ല, ഇനി ഒന്നിനും ഞാനില്ല, നീ എങ്ങോട്ടെങ്കിലും മാറി എവിടെയെങ്കിലും നാട് വിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന് ഒഴിവായിട്ടൊന്ന് ജീവിച്ചാൽ മതി, എങ്ങനെയൊക്കെ അങ്ങ് പോയാൽ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ പുറത്തു വന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്കാം. ആമേൻ. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായി ദൂത് പറയുന്നത്. നീ പുറത്തു വരിക, നിരാശയിൽ നിന്ന് പുറത്തു വരിക, ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും പുറത്തു വരിക, അഡിക്ഷനിൽ നിന്നും പുറത്തു വരിക, പിശാച് ഒതുക്കി വെച്ച സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക. അകത്തേക്ക് പോകരുത്, ഒതുങ്ങിപ്പോകരുത്, ചുരുങ്ങിപ്പോകരുത്. അത് ആദാമിന്റെ അടുക്കലേക്ക് ആദാം തെറ്റ് ചെയ്തപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, അവൻ ഒരു വൃക്ഷത്തിന്റെ മറവിൽ അവനും ഹവ്വായെ ഒളിക്കുന്ന ഒരു സംഭവം ആണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഒളിക്കുക. അപ്പൊ ദൈവം വന്ന് വിളിക്കുക, യഹോവയെ ദൈവം മനുഷ്യൻ വിളിച്ചു, ആദാമേ, നീ എവിടെ? നീ എന്തിനു ഒളിച്ചു? നഗ്നനെന്ന് എന്നോട് ആര് പറഞ്ഞു? ഹല്ലേലൂയ. പിന്നീട് അവനെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിയോഗിക്കുക. ചുരുക്കത്തിൽ നാം ഒളിക്കാൻ നോക്കുമ്പോൾ, നാം ഓടിപ്പോകാൻ നോക്കുമ്പോൾ, നാം ചുരുങ്ങാൻ നോക്കുമ്പോൾ ദൈവം അനുവദിക്കാതെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തും. ഇവിടെ ഏലിയാവിനോട് പറയാം, നീ അങ്ങനെ ഒതുങ്ങാനുള്ളവനല്ല, ചുരുങ്ങാനുള്ളവനല്ല. നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നീ ഏലിശായെ അഭിഷേകം ചെയ്യണം, നീ ഇസ്രായേൽ രാജാവിനെ അഭിഷേകം ചെയ്യണം, നീ ആരാം രാജാവിനെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ഭയങ്കര പദ്ധതികളാണ്. നീ അകത്തേക്ക് പോകാനോ ചൂരച്ചെടിയുടെ അടി കിടന്ന് ഉറങ്ങാനോ ഗുഹയ്ക്കകത്ത് കയറാനോ ഉള്ളവരല്ല. എനിക്കറിയില്ല, ചിലര് പ്രതിസന്ധികളെ കണ്ട് ഭയന്ന് ഭീഷണിയുടെ മുമ്പിൽ ഓടി ഒളിക്കുക, എവിടെയെങ്കിലും പോയാൽ മതി. ഹല്ലേലൂയ. ഒരിക്കല് ഹാഗാർ ഇതുപോലെ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിൽ ഭയങ്കര പ്രശ്നം, സാറായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ ഹാഗാർ, സാറയുടെ വെപ്പാട്ടിയായ ഹാഗാർ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പൊ ദൈവം ഹാഗാരോട്, സാറയുടെ ദാസിയെ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തെ സാറയെ വിട്ട് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു. ഉൽപ്പത്തി 16:8. ദൈവം എന്താ പറഞ്ഞത് അറിയാമോ? നീ തിരിച്ച് സാറയുടെ അടുക്കലേക്ക് ചെല്ലുക. നീ ഇന്ന് ഗർഭിണിയാണ്, നിന്റെ അകത്ത് നിന്റെ ഉദരത്തിലുള്ള ശിശു അവനൊരു വലിയ ജാതിയായി മാറും, അവന്റെ പേര് ഇശ്മാൽ എന്ന് പേരിടണം. അപ്പൊ ചുരുക്കത്തിൽ ദൈവം ഒരു ഓടിപ്പോകാൻ നോക്കുന്നതിനെ പിടിച്ചു നിർത്തി തിരിച്ചു കൊണ്ടുവന്നിട്ട് അവന് ഇതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷ ദൈവം നൽകുകയാണ്. ഇശ്മാൽ എന്ന് പേരിടണം.
ഹല്ലേലൂയ. നോക്കിയേ, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ വിട്ട് അല്ലെങ്കിൽ പിശാച് ഓടിക്കുന്ന ഓട്ടത്തിന് ഓടിപ്പോകാൻ വേണ്ടിയല്ല. ആരെങ്കിലും കളിയാക്കി, ആരെങ്കിലും അപമാനിച്ചു, ആരെങ്കിലും നിങ്ങളെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞു, തെറ്റായിട്ടുള്ള കഥകൾ പ്രചരിപ്പിച്ചാൽ ഓടരുത്, നിരാശപ്പെടരുത്. നെഹമ്യാ പറഞ്ഞാൽ എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? നിന്നെ കൊല്ലാൻ വരുന്നു, രോഗം വരുന്നു, പ്രശ്നം വരുന്നു, ഇവിടെ വലിയ മഴ വരുന്നു, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങുന്നു, എന്തെല്ലാം കാര്യം പറഞ്ഞാലും ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഓടേണ്ടവരല്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കണം. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കുറ്റപ്പെടുന്നവർ കുറ്റപ്പെടുത്തട്ടെ, ഓടിച്ചു കളയെന്ന് പറയുന്നവർ ഓടിപ്പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ, ആമേൻ. ഇനി യാക്കോബ് ഓടുക. യാക്കോബ് ഓടുക എന്ന് പറഞ്ഞാൽ അപ്പന്റെ അമ്മയുടെ അടുക്കന്ന് അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്ന പോക്ക്. ആ സമയത്ത് ദൈവം അവൻ പ്രത്യക്ഷനായി സംസാരിക്കുകയാണ്. ഉൽപ്പത്തി 28:13 ദൈവം പറയാണ്, ഞാൻ നിനക്ക് ഈ സ്ഥലം തരും, നീ കിടക്കുന്ന സ്ഥലം, നിന്റെ പേര് ഞാൻ മാറ്റും. ചുരുക്കം പറഞ്ഞാൽ ഈ ദൈവം ഇടപെടുമ്പോഴെല്ലാം എന്തെങ്കിലും ചേഞ്ച് വരുത്തും. നാളുകളിൽ വരാൻ പോകുന്ന ഒരു പ്രോഫസി. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴോ ഓടിപ്പോകുമ്പോഴോ മാറി നിന്നേക്കാൻ ഇനി ഒന്നിനും ഇല്ല, സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് ഒതുങ്ങുമ്പോൾ ദൈവം നമ്മളെ തേടി വന്ന് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് നമുക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളെ ഒന്നുകൂടെ ഉറപ്പിച്ചു തരുന്ന ഒരു ദൈവമാണ്. ഒരു ആമേൻ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ. അതാണ് യാക്കോബിനോടുള്ള ബന്ധത്തിൽ അവിടെ കാണും. യാക്കോബിനുള്ള ബന്ധത്തിൽ ഇനി യോനയും ഇതുപോലെ ദൈവത്തെ വിട്ട് സഞ്ചരിച്ച് ഓടിപ്പോയി. അവനോട് അവനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ദൈവത്തെ വിട്ടുപോകുമ്പോൾ പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. കർത്താവിൽ നിന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. യേശുവിന് പത്രോസിനെ കുറിച്ചും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ശിഷ്യന്മാരും മറ്റുള്ളവരും കൂടെ പോയി. വിട്ടില്ല. കർത്താവ് പുറകെ ചെന്നിട്ട് അവനെ ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ തിരികെ വരിക, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുക, നീ എന്റെ ആടുകളെ പാലിക്കുക. ഒരു വലിയ നിയോഗം നൽകുകയാണ്. നിങ്ങൾ മടങ്ങിപ്പോകാനോ പോകാനുള്ളവരോ ചുരുങ്ങിപ്പോകാനുള്ളവരല്ല എന്നാണ് പരിശുദ്ധാത്മ പറയുന്നത്. ദൈവത്തിന് ചില പദ്ധതികൾ നിങ്ങളെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കാണുന്നു. സങ്കീർത്തനത്തില് 139 സങ്കീർത്തനത്തിന് 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് ഞാൻ കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഹല്ലേലൂയ. തകരുവാനും തളരുവാനും ഒതുങ്ങുവാനും ചുരുങ്ങുവാനും അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവിക പദ്ധതിയുടെ വിശാലതയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളെ ഒതുക്കാൻ ആരൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ ഒതുങ്ങാൻ നിൽക്കണ്ട. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കോട്ടത്തിന് നേരെ പാഞ്ഞില്ല. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്ന പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. നെഹമ്യാ പറഞ്ഞതുപോലെ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ, ആമേൻ. ഏലിയാവിനെ ധൈര്യപ്പെടുത്തി, നീ എന്തിനു ഗുഹയ്ക്കകത്ത് കയറുന്നു? നീ എന്തിനു ചുരച്ചടിയുടെ അടിയിലേക്ക് കയറുന്നു? നീ പുറത്തു വന്ന് യഹോവയുടെ സന്നിധിയിൽ നിൽക്കാം. മോശയോടും ദൈവം ഇതുപോലെ പറയുന്നുണ്ട്. മോശ പറയുന്നുണ്ട്, കർത്താവ് ഇരിക്കുന്നതിന്റെ സാന്നിധ്യം കാണണം. മോശ വലിയ നിരാശപ്പെട്ടിട്ടാണ് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ കാണുന്നത്. പുറപ്പാട് 33-ല് 21 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുക. ഇതാ എന്റെ അടുക്കൽ സ്ഥലമാണ്, നീ ആ പാറയിൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി കടന്നു പോകുമ്പോൾ ഞാൻ മറയ്ക്കും. നോക്കിക്കേ, ദൈവം മുമ്പേ കടന്നു പോവുക. ദൈവം മുമ്പേ കടന്നു പോകുമ്പോൾ ദൈവത്തെ ഒന്ന് കാണണമെന്ന് പറയുക. ദൈവം അവനോട് സംസാരിക്കുക. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ ദൈവം നമ്മളെ കൈവിടലെന്ന് മാത്രമല്ല, അവിടെ വന്ന് നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കി നമ്മോട് സംസാരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. ധൈര്യമായിട്ടിരിക്കെ കർത്താവ് നിങ്ങളെ അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിരാശയുടെ ചുരച്ചടിയിൽ നിന്നും ഗുഹയ്ക്കകത്തുനിന്നും എന്താ പറയുന്നത്, പെട്ടകങ്ങൾക്കകത്തുനിന്നും ഒക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം സ്വീകരിക്കുകയാണ് കർത്താവേ. ഭീഷണികളുടെ നടുവിൽ, നിരാശപ്പെടുത്തുന്ന വാർത്തകളുടെ നടുവിൽ, അപമാനിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, വേദനിപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആളുകളുടെ നടുവിൽ ഓടിപ്പോയി എവിടെയെങ്കിലും പോയി
ഒളിച്ചാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന വ്യക്തികൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഏലിയാവിനെ പുറത്തു നിർത്തി പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവശബ്ദം കേൾപ്പിച്ചതുപോലെ, ആഗാറിനെ കർത്താവെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് നിയോഗം നൽകിയതുപോലെ, യാക്കോബിനെ കർത്താവെ അനുഗ്രഹിച്ചതുപോലെ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ആമേൻ ദൈവം ഈ മക്കളെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവിക പദ്ധതിയിലേക്ക് നയിക്കുന്നതിനായി നന്ദി. വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും, വലിയ കാര്യങ്ങൾ ഈ മക്കൾ കൂടി കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. ദൈവത്തിന്റെ പദ്ധതിക്കൂടി ഉപയോഗിക്കും. കർത്താവിന്റെ കരങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും, നിർത്തും. കർത്താവിന്റെ ആത്മാവിനെ അവരെ ഉപയോഗിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് നിർത്തും. പിന്മാറുവാൻ ദൈവം അനുവദിക്കില്ല. ധൈര്യമായി നിൽക്കുക. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a great day. Amen.